ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ചിന്താസമയം നമുക്ക് വീണ്ടും ഒന്നിച്ച് മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ പ്രകാരം ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നാം പ്രിയപുരുഷനായ ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്ത ദർശനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം എഴുതിയ ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം വരുന്നത്. ഇത്രത്തോളം നമ്മെ സഹായിച്ച, ഇത്രത്തോളം ഈ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ബുദ്ധിയും പ്രാപ്തിയും കഴിവും നമുക്ക് നൽകിയ ദൈവത്തിനും ദൈവകൃപയ്ക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ സന്ധ്യാസമയം ക്ലാസ്സിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്തും ഓൺലൈനിലൂടെയും മറ്റും ഇത് കേൾക്കുന്ന എല്ലാവരെയും ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ചില ആഴ്ചകൾക്ക് ശേഷമായിട്ടാണ് ചാർട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ വെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് ചാർട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതുപോലെ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇനിയും സംഭവിക്കുവാനിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ളതായ കാര്യങ്ങളാണോ നാം ഈ ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി വളരെ ഡീറ്റെയിലായി നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു പുസ്തകം പഠിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് പരാമർശിച്ച് ആ ഭാഗങ്ങൾ പോകേണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഈ ഭാഗങ്ങൾ തുടങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. ഹർമഗദോൻ യുദ്ധവും മരിച്ചവരുടെ പുനരുത്ഥാനവും ന്യായാസനങ്ങളും പ്രതിഫല വിഭജനങ്ങളും ഇതെല്ലാം മനോഹരമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനവേളയിൽ നാം ആവർത്തിക്കുന്ന വിഷയങ്ങളാണ്. നാം ഈ ദാനിയേൽ പ്രവചനം പഠിച്ചതായ സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാര്യമായി എടുത്തു പറയാതിരുന്ന ഒരു സാമ്രാജ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് ക്ലാസ്സിലെ ചില അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. നാം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന നെബൂഖദ്നേസറിന് തന്റെ സ്വപ്നത്തിൽ കണ്ടതായ ബിംബത്തോടുള്ള ബന്ധത്തിൽ അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റേത് ഉൾപ്പെടെയുള്ളതായ ഭാവി സാമ്രാജ്യങ്ങളുള്ള ബന്ധത്തിലാണ് ആ വിഷയങ്ങൾ തനിക്ക് കാണിച്ചു കൊടുത്തതെന്നുള്ളത് ദാനിയേലിന്റെ വ്യാഖ്യാനത്തിലൂടെ ദൈവം കൊടുത്ത ആ വ്യാഖ്യാനത്തിലൂടെ നാം മനസ്സിലാക്കും. എന്നാൽ അതിനുശേഷമായിട്ട് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ തകർച്ചയും മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യത്തിന്റെ വരവും അതിനുശേഷം അതിവേഗം വന്നതായ യവന സാമ്രാജ്യം എന്നുള്ളതും നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുകയുണ്ടായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, അതായത് യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് നിലവിലിരുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആവിർഭാവത്തിനും യവന സാമ്രാജ്യത്തിന്റെ ഇടയിൽ ഒരു നീണ്ട ചരിത്രം യഹൂദനുണ്ട്, പ്രത്യേകിച്ച് യഹൂദനോടുള്ള ബന്ധത്തിൽ. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പുള്ളതായ ക്ലാസ്സുകളിൽ മക്കാബിയ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിനോടുള്ള ബന്ധത്തിലാണ്. വിശ്വാസത്തിനു വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി, ദേവാലയത്തിനു വേണ്ടി, ദൈവാലയ ആചാരങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിയതായ പുരോഹിതൻ മത്തന്യാ പുരോഹിതന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും ചരിത്രം നാം കാണുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടവനായിരുന്നു 5 ആൺമക്കളിൽ യൂദ എന്ന് പറയുന്ന മകൻ. അപ്പോൾ മക്കാബിയരുടേതായ ഒളിപ്പോരുകൾ അല്ലെങ്കിൽ അവരുടേതായ നിലയിലുള്ള ശക്തമായ ആക്രമണം ആ കാലഘട്ടത്തിലെ ദുഷിച്ച അല്ലെങ്കിൽ ദുഷ്ടനായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസിനുള്ള ബന്ധത്തിൽ നാം കാണുകയുണ്ടായി. ആ സമയത്താണ് ഈജിപ്തിലേക്ക് പോയതായ അന്ത്യോക്യസ് എപ്പിഫാനസിനെ റോമിന്റെ സെനറ്റിന്റെ തീരുമാനപ്രകാരം അദ്ദേഹത്തെ മടക്കി അയക്കുന്നതും നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് മക്കാബിയ ചരിത്രത്തിന്റെ ശേഷം ആവിർഭവിക്കുന്നതാണ്. അതായത് യവന സാമ്രാജ്യത്തിന്റെ ശേഷം മക്കാബി ചരിത്രം വരികയാണ്. മക്കാബി ചരിത്രം യഹൂദന്മാരുടെ ഇടയിലെ ചരിത്രമാണ്. അവരവരുടെ വിശ്വാസത്തിനു വേണ്ടിയും അവരുടെ രാജ്യത്തിനു വേണ്ടിയും നടത്തിയ പോരാട്ടങ്ങളാണ്, യഹൂദന്മാരുടെ പോരാട്ട ചരിത്രമാണ്. അപ്പോൾ ആ സമയത്തുണ്ടായ രാജാക്കന്മാരിലെ പ്രബലനായ രാജാവായിരുന്നു കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ കണ്ട ഈ എതിർ ക്രിസ്തുവിന്റെ ചില വിശേഷതകൾ കൈമുതലായിട്ടുള്ളതായ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയും. എന്നാൽ അതിനുശേഷമായിട്ട് റോമൻ ജനറൽ ആയിരുന്ന പോംബെ എന്ന് പറയുന്ന ആൾ, റോമൻ ജനറൽ ആയിരുന്ന പോംബെ, അദ്ദേഹം ആണ് ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആവിർഭാവം കുറിക്കുന്നത്. BC 63 റോമൻ ജനറൽ ആയിരുന്ന പോംബെ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു.
അങ്ങനെ ആണ് യഹൂദജാതി റോമിന്റെ കീഴിലായി. അപ്പോൾ പോംബെ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടുകൂടി യെരുശലേം എന്ന് പറയുന്ന അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറയുന്ന സമൂഹം ഒന്നടങ്കം റോമൻ ഭരണകൂടത്തിന്റെ റോമാ സാമ്രാജ്യത്തിന് കീഴിലാവുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലമാകുമ്പോഴത്തേക്കും യഹൂദന്മാർ തന്നെ യൂസ്ഡായി കുറെ നാളൊക്കെ ആയപ്പോഴത്തേക്ക് തങ്ങളെ അടിച്ചമർത്തി ഭരിക്കുകയാണെന്നും തങ്ങളെ ഒരു സാമ്രാജ്യത്തിന് കീഴിലെ അടിമകളാണ് തങ്ങളെന്നുള്ളതായ വലിയ ഗൗരവമൊന്നും ഇപ്പോൾ ഇല്ലാതെ ഒരവസ്ഥയിൽ അവരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ പറഞ്ഞത്, ഞങ്ങൾ ആർക്കും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, അടിമകളായിട്ടില്ല, ദാസന്മാരായിട്ടില്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണ്. അപ്പോൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവാണോ? ഞങ്ങൾ ഒരു കാലത്തും ആർക്കും അടിമകളായിരുന്നില്ലെന്ന് പറയുമ്പോൾ അടിമകളാണ്. അപ്പോൾ അടിമത്വത്തിൽ ഇരുന്നു കൊണ്ടാണ്, ദാസ്യത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ദാസന്മാരല്ല, ഞങ്ങൾ ആർക്കും അടിമകളല്ല എന്നവർ പറയും. അപ്പോൾ ഓർക്കണം, അടിമത്വം എന്ന് പറയുന്ന വിഷയം ഇവരെന്ത് ചെയ്യുന്നേയില്ല, ഇവർക്ക് വിഷയമേ അല്ലാതായി നാളുകൾ കഴിഞ്ഞു ആ നിലയിലെത്തിയോ. അപ്പോൾ ഈ പോംബെ എന്ന് പറയുന്നയാൾ യെരുശലേമിനെ ആക്രമിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിച്ചതിന് ശേഷമായിട്ടോ അതിനുശേഷം അധികാരത്തിൽ വന്ന പ്രധാനപ്പെട്ടയാളാണ്. അതായത് ഇദ്ദേഹം പോംബെ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഉടനെ തന്നെ അധികാരത്തിലെത്തിയതായ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഹെരോദാവ് എന്ന് പറയുന്നത്. അപ്പോൾ മഹാനായ ഹെരോദാവ് റോമാ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ശക്തനായ രാജാവാണ്. റോമാ സാമ്രാജ്യത്തിൽ മഹാനായ ഹെരോദാവ്, അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത് BC 63 മുതൽ BC 37 മുതൽ BC 4 വരെയാണ്. കാരണം പിൽക്കാലത്ത് ഈ റോമൻ സാമ്രാജ്യം ആവിർഭവിച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന ഏറ്റവും പ്രബലനായ അതിലെ രാജാവാണ്. BC 37 മുതൽ BC 4 വരെയുള്ളതായ കാലഘട്ടത്തിൽ ഈ ഹെരോദാവിന്റെ കാലത്താണ് ഹെരോദാവ് യഹൂദന്മാരുമായിട്ട് വളരെ ലോഹ്യത്തിലൊക്കെയായിരുന്നു കുറച്ചു കാലം. ആ യഹൂദന്മാരുമായിട്ട് ലോഹ്യത്തിലായിരുന്നതുകൊണ്ടും യഹൂദന്മാരോട് സ്നേഹത്തിൽ കഴിഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ അവരെ കൈക്കലാക്കുന്നതിന് വശീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഹെരോദാവ് ഒരു ദേവാലയം വെച്ചു കൊടുത്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് നിലവിലിരിക്കുന്ന ദേവാലയം എന്ന് പറയുന്നത് ഹെരോദാവ് പണിതു കൊടുത്ത ദേവാലയമാണ് ആ കാലത്ത് നിലവിലുള്ളത്. ആ ദേവാലയത്തെ കണ്ടുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെരോദാവ് ദേവാലയം പണിതു കൊടുത്തത് കൊണ്ടും യഹൂദന്മാർക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം, ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടും അദ്ദേഹത്തെ വളരെ പ്രിയപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് യഹൂദന്മാരുടെ കൂട്ടത്തിൽ തന്നെ. അവരെയാണ് ഹെരോദ്യർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിൽ ഈ പ്രയോഗമുണ്ട്, ഹെരോദ്യർ. യേശുക്രിസ്തുവിന്റെ കാലത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ ഹെരോദ്യർ എന്ന് പറയും. ഈ ഹെരോദ്യർ എന്ന് പറയുന്നത് ഹെരോദ രാജാവ് ദേവാലയം വെച്ച് കൊടുത്ത മൂലം ആ ഹെരോദ രാജാവിനോട് പ്രിയവും അദ്ദേഹത്തോട് പ്രതിപത്തിയും അദ്ദേഹം പറയുന്നതൊക്കെ അനുസരിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരാണ്. യഹൂദന്മാരെ തന്നെയാണ് ഈ ഹെരോദ്യർ എന്ന് വിളിക്കുന്നത്. അതോർക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഹെരോദ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും വേറൊരു കൂട്ടം ആൾക്കാരാണ് എസേന്യർ എന്ന് പറയുന്ന എരിവുകാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൈസർക്ക് നികുതി കൊടുക്കുകയില്ല, കൈസർ പറയുന്നത് കേൾക്കത്തുമില്ല. കാര്യം അവർ എരിവുകാരാണ്. യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ അവർ എരിവുകാരായതുകൊണ്ട് ആ നിലയിലുള്ള നിലപാട് അവർ സ്വീകരിച്ചെടുക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലമാകുമ്പോൾ ഈ നമുക്കറിയാം തന്റെ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത ഹെരോദാവിനെ അലട്ടുവാൻ തുടങ്ങി. കാരണം തന്റെ സിംഹാസനം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത. അതോ ആ യേശുക്രിസ്തുവിന്റെ ജനനമായ ആ സമയമാകുമ്പോഴത്തേക്കിനും വിദ്വാൻമാർ കിഴക്കു നിന്നും വരുന്നു. അവർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചു വരുന്ന സമയത്താണ് ഹെരോദ രാജാവ് ആ പ്രദേശത്തുള്ളതായ സകല ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ എന്ത് ചെയ്തു? കൽപ്പന പുറപ്പെടുവിക്കും. ഈ കൽപ്പന പുറപ്പെടുവിച്ച് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയതായ ഹെരോദ രാജാവ് എന്റെ അന്ത്യം വളരെ ദുഃഖകരമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യകാലമായപ്പോഴത്തേക്കിനും സുബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നേരത്തെ നമ്മൾ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ ചരിത്രം പറഞ്ഞതുപോലെ നിഷ്ഠൂരന്മാരായ രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം ഇതാണ്. അവരുടെ അന്ത്യകാലമാകുമ്പോഴത്തേക്കിനും അവർ സ്വാഭാവികമായും അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട്, ബുദ്ധിഭ്രമം പിടിച്ചിട്ട് അതിൻ്റെതായ വിക്രിയകളും കാര്യങ്ങളും ഒക്കെ കാണിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ ഒരുതരം പരിഹാസ്യമായിട്ട് ഇവർ പോകത്തുള്ളൂ. ഒരു കാലത്ത് ശൂരന്മാരായിരുന്ന വലിയ വീരന്മാരായിരുന്ന ആളുകളുടെ അന്ത്യം എങ്ങനെയാണ് അത് നമ്മൾ കാണുന്ന കാര്യമാണ്. അതേസമയം കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും
കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതായ അനേക ദൈവദാസന്മാർ വളരെ പ്രത്യാശയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി മക്കളെയൊക്കെ അടുത്ത് നിർത്തി പാട്ടുമൊക്കെ പാടി വളരെ പ്രത്യാശയോടുകൂടി കർത്തൃസന്നിധി ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് മരണത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഒരു കൂട്ടം ആളുകൾ കിടന്ന് അയ്യം വിളിക്കും, നിലവിളിക്കും. ആ കിടന്ന് നിലവിളിക്കുകയും അയ്യം വിളിക്കുകയും മരണത്തിന്റെ ഭീകരരൂപം, ഭീകരമുഖം കണ്ട് ഞെട്ടുകയും ഭ്രാന്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഈ ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് ഹോമുകളിലും ജോലി ചെയ്യുന്ന പലരും ഇവിടെ തന്നെ ഇരിക്കും. മരണത്തെ വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ ആ നിലയിൽ സ്വീകരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി മരണത്തെ സ്വീകരിക്കുന്ന രംഗങ്ങൾ കാണുവാൻ കഴിയും. അതേസമയം മരണമെന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ആ നിലയിൽ മരിച്ച് പോകുന്ന രംഗവും നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഹെരോദ രാജാവിന്റെ അന്ത്യവും വളരെ ദാരുണമായ നിലയിലായിരുന്നു. അതിനുശേഷമായിട്ട് ഈ എല്ലാ രാജാക്കന്മാരുടെയും ചരിത്രം ഞാൻ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റോമൻ സാമ്രാജ്യത്തിൽ പിന്നീട് വന്ന പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ഫിലിപ്പോസ് രണ്ടാമൻ, അല്ലെങ്കിൽ ഹെരോദാവ് എന്ന് പറയുന്ന, ഹെരോദാവ് എന്ന പേരിൽ തന്നെയാണ്, പക്ഷെ ഫിലിപ്പോസ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹമാണ് BC 4 മുതൽ AD 34 വരെയുള്ളതായ കാലഘട്ടത്തിലെ ഭരണാധിപൻ അദ്ദേഹമായിരുന്നു. BC 4 മുതൽ AD 34 വരെ ഹെരോദാവ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് മറ്റേ യോഹന്നാന്റെ തല ഛേദിക്കപ്പെടുന്നതും ജ്യേഷ്ഠന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നതിനെതിരായിട്ട് യോഹന്നാൻ സംസാരിക്കുകയും തല ശിരച്ഛേദം ചെയ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഈ ഭരണാധികാരിയുടെ കാലത്താണ്. അടുത്തതെന്ന് പറയുന്നത് ഹെരോദ അഗ്രിപ്പ എന്ന് പറയുന്ന രാജാവാണ്. ചുരുക്കത്തിൽ റോമൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരുടെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അല്പം കൂടെ റോമൻ ചരിത്രവും റോമൻ ഭരണാധികാരികളുടെ കാര്യവും വെളിപ്പാടിൽ പഠിക്കാനുണ്ട്. സഭാ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ സഭയുടെ പ്രത്യേകിച്ച് വെളിപ്പാടിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമുക്ക് 7 സഭകളോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനുണ്ട്. ആ 7 സഭകളോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന ചില റോമൻ രാജാക്കന്മാർ കയറി വരും. ആ ചരിത്രത്തിൽ അവർ സഭയെ ഉപദ്രവിച്ചതും ദൈവസഭയ്ക്ക് അവർ ഉണ്ടാക്കിയ പ്രതിസന്ധിയും ക്രിസ്തീയ പീഡയും രക്തസാക്ഷികളുടെ ചരിത്രവും ഒക്കെ ഈ കാലഘട്ടത്തിൽ വരുന്ന സംഭവങ്ങളാണ്. ഞാൻ പ്രത്യേകിച്ച് ഇത് ഭാഗം പറഞ്ഞിങ്ങനെ വിടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ദാനിയേൽ പ്രവചനത്തിലെ ദർശനത്തിൽ കണ്ടതായ 4 ജീവികളോടുള്ള ബന്ധത്തിൽ, ഈ ജീവിയോടുള്ള ബന്ധത്തിലാണ്. അതായത് കടലിൽ നിന്ന് കയറി വന്ന, മഹാസമുദ്രത്തിൽ നിന്ന് കയറി വന്ന 4ാമത്തെ മൃഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ മൃഗത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കണ്ടത്. ഈ മൃഗത്തിന് എന്തുണ്ടായിരുന്നു? കയറി വരുമ്പോൾ തന്നെ അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ആ 10 കൊമ്പോടുകൂടി കയറി വന്ന ഈ മൃഗത്തിന് യാതൊരു പേരും ദാനിയേൽ വിളിച്ചില്ല. ഒരു ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം എന്നെ വിളിച്ചു. അപ്പോൾ ഈ മൃഗമാണ് നമ്മൾ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും പഠിക്കുമ്പോൾ സാമ്രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന മൃഗം ഇതാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഈ ചിത്രം, ഇതിൽ തന്നെ 3 കൊമ്പുകൾ കൊഴിഞ്ഞു പോകുന്നതും അതിനിടയിൽ തന്നെ ഒരു ചെറിയ കൊമ്പ് എന്ത് ചെയ്തു? 10 കൊമ്പുകളുള്ളതിനിടയിൽ ഒരു ചെറിയ കൊമ്പ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഭാഗത്ത് കാണാം, ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഈ ചെറിയ കൊമ്പിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തത്. ഈ ചെറിയ കൊമ്പിന്റെ പ്രത്യേകതയാണ് വമ്പ് പറയുക. ഹുങ്ക്, അഹങ്കാരത്തോടുകൂടി വമ്പ് പറയുന്ന, ദൈവത്തെ ദുഷിക്കുന്ന നിലയിൽ സംസാരിക്കുകയും ദൈവത്തിന്റെ ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിനുള്ള സകല കാര്യങ്ങളും കവർന്നെടുക്കാൻ കഴിയുള്ള ഒരു കൊമ്പാണ് ഈ ചെറിയ കൊമ്പ്. ഇതിനേക്കാൾ വലിയ കൊമ്പ് ആ മൃഗത്തിനുണ്ട്. പക്ഷെ എന്നാലും കൊള്ളാം, ഈ മുളച്ചു വന്ന ഈ ചെറിയ കൊമ്പാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത്. അത് നമ്മൾ ഈ മൃഗത്തോടുള്ള ബന്ധത്തിൽ കാണും. ഇനി അതിനുശേഷമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അല്പകാര്യങ്ങൾ അതിന്റെ സൂചന മാത്രമേ പറഞ്ഞുള്ളൂ. ഹർമഗദോൻ യുദ്ധം നാം പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. പ്രധാനമായും അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ ആ ദർശനത്തെ കുറിച്ച് അല്പം സൂചിപ്പിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഈ ക്ലാസ്സിൽ അല്പം ഡിസ്കസ് ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്ന് പറയുന്ന നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതാണ് ഈ ചാർട്ട്. നിത്യത മുതൽ നിത്യത വരെ. അപ്പോൾ അനാദികാലം മുതൽ അനാദികാലം വരെയുള്ളതായ ദീർഘമായ ഒരു കാലഘട്ടമാണ്. ഇതിന്റെ വർഷത്തിന്റെ കണക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ വിഷയം നാം പഠിക്കുമ്പോൾ
ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ മഹാസമുദ്രത്തിൽ നിന്നും കയറി വന്ന ഘോരവും ഭീകരവുമായ ആ മൃഗത്തിന്റെ 10 കൊമ്പുകൾക്കിടയിൽ മുളച്ചു വന്ന ചെറിയ കൊമ്പ്, ഈ ചെറിയ കൊമ്പ് എത്രമാത്രം ശക്തമാണെന്നും ഈ ചെറിയ കൊമ്പിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും നമ്മളെ ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മാനുഷികമായ ബലത്തിലോ മാനുഷികമായ തന്ത്രങ്ങൾ കൊണ്ടോ മാനുഷികമായ സന്നാഹങ്ങൾ കൊണ്ടോ ഈ ചെറിയ കൊമ്പിനെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ ചെറിയ കൊമ്പ് അത്രമാത്രം ശക്തമാണ്. അതിൻ്റെതായ തന്ത്രങ്ങളുണ്ട്. അതിൻ്റെ തന്ത്രങ്ങൾ കൊണ്ടും വശീകരണ ശക്തി കൊണ്ടും ലോകത്തിലെ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ഒക്കെ തന്നിലേക്ക് ആകർഷിക്കുകയും ആ നിലയിൽ ഒരു ശക്തി ആർജിച്ചു വരുന്നതായ ഒരു കൊമ്പാണ്. അപ്പോൾ ഈ കൊമ്പിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ മഹാശക്തമായ ഒരു സന്നാഹമായിട്ടാണ് ഈ കൊമ്പ് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദന് ഭീഷണിയായിട്ടോ യഹൂദ ജാതിക്ക് ഭീഷണിയായി ഈ കൊമ്പ് മാറുകയാണ്. പിന്നീട് ഇങ്ങനെ യഹൂദ ജാതിക്ക് ഭീഷണിയായി യഹൂദ ജാതിയെ ഉപദ്രവിക്കുന്ന നിലയിൽ ഈ കൊമ്പ് മാറിക്കഴിഞ്ഞിട്ടും ഇവനെ ഇല്ലാതാക്കുവാൻ യഹൂദന് കഴിയുകയില്ല. യഹൂദനെ ആരെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചാൽ മാനുഷികമായ സഹായം കൊണ്ടും ഈ കൊമ്പ് ഇല്ലാതാവുകയില്ല. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും തന്റെ മഹാസൈന്യവുമായി ഇറങ്ങി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് തന്നെ മഹാസൈന്യവുമായി ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് ഇത് കുതിരപ്പുറത്ത് മഹാസൈന്യവുമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. ഈ കുതിരപ്പുറത്ത് മഹാസൈന്യവുമായി കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത് ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒലിവ് മലയിൽ ഇറങ്ങി വരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനോടെയും യേശു ക്രിസ്തുവിനോട് കൂടെയുള്ളതായ സൈന്യത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ കൊമ്പ് അവന്റെ സകല സന്നാഹങ്ങളുമായി പുറപ്പെടും. ആ യേശു ക്രിസ്തുവിനെയും കൂടെയുള്ളവരെയും വളയും. യേശു ക്രിസ്തുവിനെയും കൂടെ വന്നിരിക്കുന്നവരെയും വളഞ്ഞ് യേശു ക്രിസ്തുവിനെയും സൈന്യത്തെയും ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ എതിർ ക്രിസ്തു പരിശ്രമിക്കും. പക്ഷെങ്കിൽ നിമിഷ നേരം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും ഇവിടെ തകർത്തുകളയും. ഈ യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് ഹർമഗദോൻ യുദ്ധം എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വളരെ അകലെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 1.25 വർഷമെങ്കിലും നമ്മുടെ പഠനത്തിന്. നാം ഈ പഠിച്ചു പോകുന്ന വിഷയത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കയറി ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന വിഷയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ എങ്ങനായാലും 18-20 മാസം എടുക്കും നാം ഇവിടെ എത്താനായിട്ട്. എന്നാൽ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി, ഒരുക്കത്തിന് വേണ്ടി, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഒരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ ഈ ഭാഗം തൊട്ടുവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ദാനിയേൽ പ്രവചനത്തിലെ ഈ വിഷയം പറയാതെ പോകാൻ മുമ്പോട്ട് പോകത്തുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയാനിടയോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെയാണ് ഈ സംഭവം നടക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ ഓർക്കണം, ഇതിനിടയിൽ നാം ഇനി അടുത്ത വെളിപ്പാട് പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ നാം ഇവിടുന്ന് തുടങ്ങുവാണ്. ഇവിടുന്ന് തുടങ്ങി സഭകളുടേതായ ചിത്രം, അതിനുശേഷം ഇപ്പോഴത്തെ യുഗം, അതിനുശേഷമായിട്ട് കാണാനുള്ളതായ കാര്യങ്ങൾ, ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ നടന്ന് തീരണമെന്നുണ്ടെങ്കിൽ കുറെ സമയമെടുക്കും. അതോർത്തോ. ഏതായാലും കൊള്ളാം, നമ്മൾ ഈ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും ചേർത്ത് പഠിക്കുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രധാനമായും ക്ഷണിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി നമ്മൾ ദാനിയേൽ പ്രവചനത്തിന്റെ 11-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തേക്ക് തന്നെ നമുക്ക് വരാം. അവിടെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും, 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും, മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികൾ ആയിരിക്കും. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച്
നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിലും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. ഇത് ഈ ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലെ അവസാനത്തെ രംഗമായിട്ടുള്ള ഭാഗങ്ങളാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളുള്ള കണക്കിൽ പറയുമ്പോൾ എത്രാമത്തെ ആഴ്ചവട്ടം? 70ാമത്തെ ആഴ്ചവട്ടം. 70ാമത്തെ ആഴ്ചവട്ടത്തിലെ സംഭവങ്ങളാണ്. അപ്പോൾ 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നതിന്റെ ആരംഭം വളരെ മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളതായ ശക്തികളെയെല്ലാം അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ സമൂഹങ്ങളെയും വിഭാഗങ്ങളെയും എല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെക്കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാക്കുന്നതിനുള്ള നിലയിലാണ് എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു പ്രയാസവും തോന്നുന്നതായി. ഇവരൊരു നല്ല ഭരണാധികാരിയാണ്, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതായ നിലയിൽ തങ്ങളുടെ ഉദ്ധാരണം ഈ മനുഷ്യൻ മുഖേന സാധിക്കും എന്നുള്ള നിലയിൽ യഹൂദൻ നിൽക്കുകയാണ്. എന്നാൽ ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യമാകുമ്പോൾ അല്ലെങ്കിൽ 3.5 വർഷം കഴിയുമ്പോൾ എതിർ ക്രിസ്തു തന്റെ തന്ത്രങ്ങൾ മാറ്റുകയാണ്. കാര്യം അവന് തന്നെ അറിയാം ഇനി അധികം സമയമില്ലെന്ന്. കാര്യം അവന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അപ്പോൾ 7 വർഷമേ ഉള്ളൂ എന്നുള്ളതും 7 വർഷം കൊണ്ട് കാര്യങ്ങൾ നടത്തി തീർക്കണമെന്നുള്ളതും ഇവന്റെ മുമ്പിൽ ഒരു ദൗത്യം ഇരിപ്പുണ്ട്. അപ്പോൾ ആ ദൗത്യം ഇവനെ ഏൽപ്പിച്ചിരിക്കുന്നത് പിശാചാണ്. അപ്പോൾ പിശാചിന്റെ തൃത്വത്തിൽ ഒരുവനാണ് എതിർ ക്രിസ്തു. അപ്പോൾ പിശാച് കൊടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ 7 വർഷമാണ്. ദൈവം അവൻ വെച്ചിരിക്കുന്നത് 7 വർഷമേ ഉള്ളൂ. അപ്പോൾ 7 വർഷം കൊണ്ട് കാര്യങ്ങൾ തീർന്നു. അപ്പോൾ ഈ 7 വർഷത്തിന്റെ പകുതിയാകുമ്പോൾ ഇവൻ നിയമത്തെ കഠിനമാക്കുകയാണ്. ഇവൻ നിയമത്തെ കഠിനമാക്കുകയും യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ വഷളാവുകയും ചെയ്യുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇദ്ദേഹം ചില യുദ്ധങ്ങൾ നടത്തുന്നതിനുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ്, അത് നമ്മൾ ചിന്തിച്ചതാണ്, രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് വരുന്നു. അതിനുശേഷമാണ് മനോഹര ദേശത്തിലേക്ക് കടക്കും. അവിടെ മനോഹര ദേശം എന്ന് പറഞ്ഞാൽ പലസ്തീൻ, മനോഹര ദേശത്തേക്ക് കടക്കും. അവിടെ 10,000 പേര് ഇടറി വീഴും. 10,000 പേര് ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അതിനുശേഷം അവർ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും. മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ അടുത്തായിട്ടുള്ള ദേശം എന്ന് പറയുന്നത് മിസ്രയീമാണ്. മിസ്രയീം ദേശത്തിലേക്ക് ഈ എതിർ ക്രിസ്തു കൈനീട്ടുവാൻ കാരണം സമ്പത്തുകളുടെ കേന്ദ്രമാണ് മിസ്രയീം ഏത് കാലത്തും സമ്പന്നമാണ്. എല്ലാം കൊണ്ടും സമ്പന്നതയുടെ ഒരു സ്ഥലമാണ് മിസ്രയീം ആയിരുന്നു. അപ്പോൾ മിസ്രയീം എന്ന് പറയുന്ന ദേശത്തേക്ക് എതിർ ക്രിസ്തു കടക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങൾ, മിസ്രയീമിലെ മനോഹര വസ്തുക്കൾ ഇത് കൈവശമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ മിസ്രയീമിലേക്ക് കയറി അവിടെയുള്ളതായ നിക്ഷേപങ്ങൾ, പൊന്നും വെള്ളിയും തുടങ്ങിയ നിക്ഷേപങ്ങൾ, വിലയേറിയ വസ്തുക്കൾ, ഇതിനെല്ലാം എന്ത് ചെയ്യും? ഇതിനെല്ലാം അദ്ദേഹം കവർന്നെടുത്തതിന് ശേഷം ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികളായിരിക്കും. ലൂബ്യർ എന്ന് പറയുന്നത് ലിബിയ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ലിബിയ. അപ്പൊ ലൂബ്യരും കൂശ്യർ എന്ന് പറയുന്നത് എത്യോപ്യ. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂശ്യര് അല്ലെങ്കിൽ ലൂബ്യര് അതുപോലെ തന്നെ എത്യോപ്യ രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇവനെ സപ്പോർട്ട് ചെയ്യും. ഇവന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഇവന് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കും. അതിനുശേഷമായിട്ട് എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാണ്. ഈ ഭരണം ഇങ്ങനെ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇങ്ങനെ പോയി അവന്റെ ഭരണത്തിന്റെ അവസാന നാളുകൾ അടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആകെപ്പാടെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ അവിടുന്ന് ഇവിടുന്ന് വരും. എവിടുന്നൊക്കെയാ? കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും, കിഴക്കു നിന്നും വടക്കു നിന്നും, കിഴക്കു നിന്നും വടക്കു നിന്നും ഒക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തന്റെ സ്വസ്ഥത കളയുന്ന ന്യൂസുകൾ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്ന കാര്യമാണ്. കിഴക്കിൽ നിന്നും രാജാക്കന്മാർ പുറപ്പെടുന്നു. അപ്പോൾ തന്നെ ആക്രമിക്കാൻ ആരോ വരുന്നു എന്നുള്ളത്, രാജാക്കന്മാർ വരുന്നു, തനിക്കെതിരായിട്ട് രാജാക്കന്മാർ പുറപ്പെടുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ. അപ്പോൾ തന്റെ സ്വസ്ഥത കളയുന്ന, തന്റെ സ്വസ്ഥമായി ഭരണം നശിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ചിന്ത എന്ത് ചെയ്യും? ഇവനെ അലട്ടും. ഇതിനിടയിൽ അങ്ങനെ വരുമ്പോൾ അവൻ ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തീരാൻ പോവാന്നുള്ള ചിന്ത പോകും. തന്റെ അന്ത്യം അടുത്തു.
തന്റെ അന്ത്യം അടുത്തു എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്തേച്ച് പോകാം, നശിപ്പിച്ചേച്ച് പോകാം എന്നുള്ള ചിന്തയാണ്. കുറെ കൂടെ തകർത്തേച്ച് പോകും. ഏതായാലും പോകുന്നതിന് മുമ്പ് സകലതും നശിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ കുവൈറ്റ് ആക്രമണത്തിന്റെ സമയത്ത്, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് അവിടുന്ന് പിന്മാറിയ സമയത്ത് ചെയ്ത പരിപാടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ട്. കുവൈറ്റ് വിടണമെന്ന് ആവശ്യപ്പെട്ട് കുവൈറ്റ് വിട്ടുകൊടുത്തേക്ക് സദാം ഹുസൈനും സൈന്യവും പിൻവാങ്ങിയ സമയത്ത് ഓയിൽ ഫീൽഡിലെല്ലാം എന്തിട്ടു, തീട്ടു, കത്തട്ടെന്ന് വെച്ചു. കാരണം അത് നാശത്തിന്റെ പ്രവർത്തനമാണ് ചെയ്തത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും കയ്യിൽ കിട്ടത്തില്ല, ഇത് വിട്ടേച്ച് പോവുകയാണ്. വിട്ടേച്ച് പോകുന്ന ആ സമയത്ത് എന്ത് ചെയ്യുക, നശിപ്പിക്കാവുന്നില്ല, നശിപ്പിച്ചേച്ച് പോവുക. നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റില് ഈ വീടുകൾ നോക്കാൻ പോകുമ്പോൾ കാണാം, ഫോർക്ലോഷർ വീടുകൾ, ഷോർട്ട് സെയിലൊക്കെ വരുന്ന വീടുകൾ കാണാൻ പോയാൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതുപോലെ ഇറങ്ങി പോകുന്ന രംഗങ്ങൾ. ചില ആളുകൾ വളരെ ഭംഗിയായിട്ട് തങ്ങളുടെ അപ്ലയൻസസ് ഉൾപ്പെടെ സകലം ഭംഗിയായി തന്നെ അവിടെ വെച്ചേച്ച് അത് ക്ലീൻ ആക്കി തന്നെ വെച്ചേച്ച് ഇറങ്ങിപ്പോകും, വളരെ സ്വസ്ഥത. എന്നാൽ ചില ആളുകൾ നശിപ്പിക്കാവുന്നത് മുഴുവൻ, അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഹാമർ എടുത്ത് സകല ഡോറിനിട്ട് അടിക്കും. ഞാൻ എത്രയാണ് കണ്ടിരിക്കുന്നു. സകല ഡോർ, ഇതുപോലെ പ്ലൈവുഡ് ഡോറിനിട്ട് ഒരു കൊട്ട് കൊടുത്താൽ ഇത് പൊള്ളയാകും, അതങ്ങ് പോകും, ആ ഡോറ് പോയി കിട്ടും. ഭിത്തിയിൽ എന്തുമാത്രം സ്ഥലങ്ങളിൽ ഹോൾ ഉണ്ടാക്കാമോ, നല്ല ശക്തമായി നമ്മുടെ ഒരു സ്നീക്കർ ഇട്ട് ഒരു ചവിട്ടിയാൽ പോകുന്ന നമ്മുടെ ഓളം, അത്രയേ ഉള്ളൂ. അതിൽ എവിടെല്ലാം ഡാമേജ് ഉണ്ടാക്കാമോ അത് ചെയ്യും. എന്തെല്ലാം ബെൻഡ് ചെയ്യാമോ, സീലിംഗ് ഫാനോ ലൈറ്റ് ഫിക്സ്റ്റേഴ്സ് ഏതെല്ലാം അഴിച്ചെടുക്കാമോ ഇത് മുഴുവൻ അഴിച്ചെടുക്കും. എന്തിന്? ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ, ടോയ്ലറ്റ് എടുത്തോണ്ട് പോയി. എന്തിനത് കൊണ്ടുപോയെന്ന് എനിക്ക് ഒരു പിടിയില്ല. ടോയ്ലറ്റ് അവിടെ ഇല്ല. ആ ബാത്റൂമിൽ കയറിയപ്പോൾ ആ ടോയ്ലറ്റ് അവിടെ ഇല്ല. ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും വെച്ചാൽ നല്ല ബ്രാൻഡ് വല്ലതും ആയിരിക്കും, കോളറിലോ അതിന്റെ ഏറ്റവും വില കൂടിയ വല്ലതും ബ്രാൻഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഏതായാലും നമുക്കിത് അനുഭവിക്കാൻ ഒക്കത്തില്ല. ഈ വീട് നമുക്ക് അനുഭവിക്കാൻ ഒക്കും. ആ വരുന്നവൻ അങ്ങനെ സൂഹിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇത്. ഈ ആറ്റിറ്റ്യൂഡ് നശിപ്പിക്കുന്നതാണ്. അല്ലാതെ ഇവന് യാതൊരു പ്രയോജനം വരാനല്ല, ഇവ യാതൊരു ഗുണവും വരാനല്ല. ഇത് നമ്മുടെ സഭാതലത്തിലുമുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കേട്ടാൽ കുഴപ്പമില്ലല്ലോ. കാരണം നമ്മുടെ സഭാതലത്തിലുമുണ്ട്. ചില ഉപദേശിമാരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പരിപാടി കാണിച്ചാൽ പോകും. ചില ഉപദേശിമാർ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ സഭയിൽ നിന്ന് എടുക്കാവുന്ന തെങ്ങയിൽ കിടക്കുന്ന വിളയാത്ത തേങ്ങ അവരെ പറിച്ചു അടുത്ത ഉപദേശ തൽക്കാലം ഒന്നും കഴിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഉപദേശിക ശ്രേഷ്ഠന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെ, ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഈ പറയുന്ന പ്രവണതകളുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് അങ്ങനെ വേണ്ടത്, ഇത് ഞാനിവിടെ ഇവിടെ കഷ്ടപ്പെട്ടതാണ്, അങ്ങനെ പിന്നാലെ വരുന്നവൻ അനുഭവിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവോ? ഇത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഞാൻ വചനത്തിന്റെ തെളിവിലേക്ക് പറയുന്നു. പറഞ്ഞത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്, നശീകരണത്തിന്റെ ആത്മാവ്. ഇത് ഭരണകൂടങ്ങളിലുണ്ട്, ഭരണാധിപന്മാരിലുണ്ട്. ഇറങ്ങിപ്പോകും, അവരുടെ സിംഹാസനം വിട്ട് ഇറങ്ങുമ്പോൾ, കസേര കാലിയാക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാമോ, എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ, ഇതെല്ലാം ചെയ്തിച്ചു പോവുക. ഇവർക്ക് ഒരു പ്രയോജനമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ ഇവിടെ നാം ഈ കാണുന്ന വിഷയം എന്ന് പറയുന്നത്, അവൻ മഹാക്രോധത്തോടെ പുറപ്പെടും. അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലും. പുള്ളിയുടെ അവസാനത്തെ സ്റ്റേജാണ്. കാര്യം തലസ്ഥാനം മാറ്റുകയാണ്. തന്റെ തലസ്ഥാനം, അതായത് എതിർ ക്രിസ്തു വാഴ്ചയുടെ അവസാന സമയമാകുമ്പോഴേക്കും തന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് സമുദ്രങ്ങളിടയിലേക്ക് കൊണ്ടുവരും. രണ്ട് സമുദ്രങ്ങളിടയിലാണ്. ആ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസ് നദിയുടെ നടുവിലാണ്. ഒരു സൈഡിൽ ടൈഗ്രീസ്, ഒരു സൈഡിൽ യൂഫ്രട്ടീസ് നദി. ഈ രണ്ട് നദികളുടെ ഇടയിലുള്ളതായ സ്ഥലം, ഈ രണ്ട് നദികളുടെ ഇടയിലുള്ളതായ മനോഹരമായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? തലസ്ഥാനം മാറ്റുക. അങ്ങനെ തലസ്ഥാനം മാറ്റി അവിടെ താമസിക്കാനുള്ളതായ തയ്യാറെടുപ്പിൽ വരിക. ആ സമയത്താണ് തന്റെ 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 7ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, നാം അത് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിശദമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹർമഗദോൻ യുദ്ധത്തിന് വാസ്തവത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. യഹൂദനോടുള്ള ബന്ധത്തിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്, യഹൂദനോട് മാത്രം. കാരണം അതിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഹൂദനും എതിർ ക്രിസ്തുവും നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അവർ തമ്മിൽ കർത്താവായ യേശു ക്രിസ്തുവോട് ഇടപെടുന്നതിൽ അവർ തമ്മിൽ യഹൂദനും അതുപോലെ തന്നെ
എതിർ ക്രിസ്തുവും തമ്മിലുള്ളതായ ഡയറക്റ്റ് ആയിട്ടുള്ളതായ അറ്റാക്കാണ്. ഈ ഈ ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ അവസാന സമയമാകുമ്പോൾ അല്ലെങ്കിൽ 7ാം വർഷം എന്ന് നമുക്ക് ചിന്തിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ഏറ്റുമുട്ടലിൽ യഹൂദന്മാർക്ക് വിജയം ഉണ്ടാവുകയില്ല. യഹൂദൻ വിജയിക്കത്തില്ല മഹോപദ്രവത്തിൽ. അവരുടെ തന്നെത്താനുള്ള അറ്റാക്കിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല യുദ്ധതന്ത്രവും കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്? യഹൂദനുണ്ട്. പക്ഷെങ്കിൽ ഈ ഹർമഗദോൻ യുദ്ധത്തിൽ ഈ നടക്കാൻ പോകുന്ന എതിർ ക്രിസ്തുവുമായുള്ള യുദ്ധത്തിൽ യഹൂദന്റെ കഴിവുകൊണ്ടോ യഹൂദന്റെ തന്ത്രങ്ങൾ കൊണ്ടോ യഹൂദൻ വിജയിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടും. ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുകയാണ്. ആയിരക്കണക്കിന് യഹൂദന്മാർ. ഈ ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുമ്പോൾ വാസ്തവത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് ഈ സമയത്ത് കൊന്നൊടുക്കിയ യഹൂദന്മാരുടെ രക്തം നദി പോലെ അല്ലെങ്കിൽ ചെറിയ അരുവി പോലെ ഒഴുകിയെന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ രക്തച്ചൊരിച്ചിൽ ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ പറയാം. അപ്പോൾ അതിഭയങ്കരമായ നിലയിൽ യഹൂദന്മാരെ കൊന്നൊടുക്കി. ഹർമഗദോൻ യുദ്ധത്തിന്റെ ആദ്യത്തെ ഭാഗം. ഈ സമയത്താണ് യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നത്. തങ്ങൾക്ക് സഹായം വരുവാൻ തങ്ങളുടെ കഴിവ് കൊണ്ട് യുദ്ധം വിജയിക്കുകയില്ലെന്നും മശിഹ വന്നല്ലാതെ മശിഹായിൽ ആശ്രയിച്ചല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹായം കൂടാതെ വിജയിക്കത്തില്ല എന്നുള്ളതായ തിരിച്ചറിവ് യഹൂദനുണ്ടാവും യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ. അങ്ങനെ ആ തിരിച്ചറിവ് യഹൂദൻ ഉണ്ടായി കഴിയുമ്പോൾ അവർ മുകളിലേക്ക് കുത്തിയവങ്കിലേക്ക് നോക്കി എന്ത് ചെയ്യും? നിലവിളിക്കും. കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ, അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, അങ്ങനെയുള്ള നിലവിളി കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തുവും സൈന്യവുമായിട്ടുള്ളതായ വരവ്. ഇതാണ് മഹോപദ്രവത്തിന്റെ അവസാനം നടക്കുന്ന ഹർമഗദോൻ യുദ്ധത്തിന്റെ 2ാം ഘട്ടം. അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഈ 2ാം ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ വിജയശ്രീലാളിതനായി നിൽക്കുകയാണ് ദുർക്രിസ്തു. യഹൂദന്മാരെ തോൽപ്പിച്ചു, ശരിയായി നശിപ്പിച്ചു. അപ്പോൾ യഹൂദനെ നശിപ്പിച്ച് ആ നിലയിൽ വിജയത്തിൻ്റെതായ കൊടിയുമായി അല്ലെങ്കിൽ വിജയക്കൊടി വാറിച്ചുകൊണ്ട് നിൽക്കുന്ന എതിർ ക്രിസ്തുവും സൈന്യവും. ആ സമയത്താണ് ആരുടെ വരവ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്. കർത്താവായ യേശു ക്രിസ്തുവും സൈന്യവും ആ സമയത്ത് ഇറങ്ങി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ധാരണ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതുപോലെ തന്നെ ജയിക്കാൻ പറ്റും, അത്രയുള്ള കാര്യമുള്ളൂ. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവും സൈന്യവും ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്ന് ഈ പറയപ്പെടുന്ന മെഗീദോ താഴ്വരയിലേക്ക് നീങ്ങുകയാണ്. ഈ മെഗീദോ താഴ്വര യഹൂദന്മാരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട പല യുദ്ധങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് നല്ല അനുഭവങ്ങളും ഉണ്ട്, മോശമായ അനുഭവങ്ങളും കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവരുടെ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ, യഹൂദന്മാരുടെ ഭരിച്ചതായ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ബാരാക്ക് അവർക്ക് വിജയം നേടിക്കൊടുത്തതായ ചരിത്രം നമുക്കിവിടെ കാണുവാൻ കഴിയും. ബാരാക്ക് കനാന്യരെ തോൽപ്പിക്കുന്നത് ഈ മെഗീദോ താഴ്വരയിലാണ്. അതുപോലെ തന്നെ ഗിദെയോൻ മിദ്യാന്യരെ തോൽപ്പിക്കുന്നതും ഈ പറയപ്പെടുന്ന സ്ഥലത്താണ്. ഗിദെയോൻ മിദ്യാന്യരെ തോൽപ്പിക്കുന്നത് മെഗീദോ താഴ്വരയിലാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ യഹൂദജാതിക്ക് ജയം കൊടുത്ത സ്ഥലമാണ് എവിടെ? ഈ മെഗീദോ താഴ്വര. ഇനി അടുത്തത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഓർക്കണം. ഒരു യുദ്ധത്തിന് പോയി ശൗൽ കൊല്ലപ്പെട്ട സ്ഥലം ഇതാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, തോൾ മുതൽ പൊക്കമുണ്ടായിരുന്ന രാജാവ് കൊല്ലപ്പെട്ട സ്ഥലം മെഗീദോ താഴ്വരയാണ്. അതുപോലെ തന്നെ രാജാവായിരുന്ന യോശിയാവ് കൊല്ലപ്പെട്ട സ്ഥലം ഇതാണ്. അപ്പോൾ 2 രാജാക്കന്മാർ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഈ താഴ്വര. 2 രാജാക്കന്മാർക്ക് മാന്യമായ വിജയം കിട്ടിയ സ്ഥലവും ഈ മെഗീദോ താഴ്വരയാണ്. അപ്പോൾ അനുഭവങ്ങൾ ഇവർക്ക് 2 നിലയിലുമുണ്ട്. ജയത്തിന്റെ അനുഭവങ്ങളും പരാജയത്തിന്റെ അനുഭവങ്ങളും മെഗീദോ താഴ്വരയിൽ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടം, അതായത് ഈ യുഗം അല്ലെങ്കിൽ ജാതികളുടെ കാലസംഖ്യ തികയുക എന്ന് പറയുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ജാതികളുടെ കാലസംഖ്യ തികയുക എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ വരവിന്റെ വിഷയം എന്ന് പറയുന്നത്. അത് തികയുമ്പോൾ കർത്താവിന്റെ വരവെന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ജാതികളുടെ കാലം തികയുന്ന അല്ലെങ്കിൽ ജാതികളുടെ എണ്ണം തികയുന്ന സംഭവവും ഈ സഭായുഗത്തിന്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ യുദ്ധമാണ് ഏത്?
ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ്. ഈ യുഗത്തിന്റെ അവസാനത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിട്ടാണ് ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നാം പറയുന്നത്. ഇത് വളരെ വിശദമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം. ഈ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് എതിർ ക്രിസ്തുവും സൈന്യവും ഏറ്റുമുട്ടിയപ്പോൾ എന്ത് നടന്നു, എങ്ങനെ ആ യുദ്ധം അവസാനിച്ചു എന്നുള്ളത് യേശു ക്രിസ്തു ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്തുമാത്രം രക്തച്ചൊരിച്ചിൽ ആ യുദ്ധത്തിൽ ഉണ്ടായെന്നുള്ളതാണ് കർത്താവിന്റെ സൈഡിലല്ല. ആ യുദ്ധത്തിൽ എന്തുമാത്രം രക്തച്ചൊരിച്ചിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭീകരത മനസ്സിലാവും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ആ വാക്യം വായിച്ചാൽ വെളിപ്പാട് 14:20. വെളിപ്പാട് 14:20. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ആ, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. 200 നാഴിക ദൂരത്തോളം രക്തം ഒഴുകി. 200 നാഴിക ദൂരം. ആ രക്തത്തിന്റെ ഹൈറ്റ്, അല്ലെങ്കിൽ ആ രക്തപ്പുഴയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കുതിരയുടെ കടിവാളങ്ങൾ, കുതിരയുടെ കടിഞ്ഞാണിന്റെ ഹൈറ്റ് എന്നുള്ളതാണ് അതിന്റെ ഹൈറ്റ് പറയുന്നത്. അപ്പോൾ രക്തപ്പുഴയായിട്ട് ഒഴുകുകയാണ്. എത്ര നാഴിക? 200 നാഴിക. 200 നാഴിക എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എന്നറിയോ? 8 നാഴിക. വേദപുസ്തകത്തിൽ 2 നിലയിൽ ഈ നാഴികയെ കണക്കാക്കിയിട്ടുണ്ട്. 1 നാഴിക ദൂരം എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ 1 നാഴിക ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ആ സമയത്തിന്റെ ക്ലിപ്തതയിൽ 1 മണിക്കൂർ കൊണ്ട് നടക്കാവുന്ന, നമ്മുടെ രീതിയിൽ പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് നടക്കാവുന്ന ആ ദൂരത്തെ 1 നാഴിക ദൂരം എന്നുള്ള നിലയിൽ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ആ നിലയിലുള്ള ദൂരമല്ല. 8 നാഴിക എന്ന് പറയുന്നത് 1 മൈലാണ്. 8 നാഴിക 1 മൈലാണ്. അങ്ങനെ വരുമ്പോൾ 200 നാഴിക എന്ന് പറയുമ്പോൾ എത്ര മൈലായി? 25 മൈൽ ദൂരം. കർത്താവായ യേശു ക്രിസ്തുവിനോട് എതിർ ക്രിസ്തുവിന്റെ സൈന്യം ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ രക്തച്ചൊരിച്ചിലാണ്. കുതിരയുടെ കടിവാളങ്ങളോടും രക്തത്തിൻ്റെതായ ഹൈറ്റ് ഉയർന്നു. 25 മൈലോളം ദൂരത്തിലൂടെ ഈ രക്തം എന്ത് ചെയ്തു? ഈ രക്തമൊഴി. ഇതാണ് എതിർ ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ എതിർ ക്രിസ്തുവിന്റെ അന്ത്യം എന്ന് പറയുന്നത്. ഹർമഗദോൻ യുദ്ധത്തിൽ നടക്കുന്ന അന്ത്യം എന്ന് പറയുന്നത് ഈ നിലയിലാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ദാനിയേൽ പ്രവചനത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ അതിന്റെ അവസാന ഭാഗത്ത് അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അപ്പോൾ പുള്ളി തലസ്ഥാനമൊക്കെ പണിത് 2 സമുദ്രങ്ങളുടെ നടുവിൽ മനോഹരമായ തലസ്ഥാനമൊക്കെ പണിത് വാഴാൻ ഇങ്ങനെ ഇരുന്ന ആളാണ്. പക്ഷെ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു. ആർക്കും അവനെ രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അവൻ അവസാനിക്കുകയാണ്. നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ ആദ്യത്തെ വാക്യം. അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് ഉണർന്നിരിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. ആ കാലങ്ങളിൽ, അതായത് ഏത് കാലം? നമ്മളിപ്പോൾ ചിന്തിച്ച് നിർത്തിയായ ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ആ കാലത്തെ കുറിച്ചാണ്. ആ മഹോപദ്രവത്തിന്റെ കാലത്ത്, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അപ്പോൾ യഹൂദജാതിക്ക് തുണ നിൽക്കുവാൻ ആ കാലത്ത് അവന്റെ ആ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ ആരെഴുന്നേൽക്കും? മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാവും യഹൂദന്റെ ജീവിതത്തിൽ. ഒരു ജാതി അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിനുള്ള കഷ്ടകാലം ആർക്കുണ്ടാവും? യഹൂദനുണ്ടാവും. അതിന് ശേഷം അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. ഇത് വളരെ വിശദമായ ഒരു ഭാഗമാണ് ഒറ്റ വാക്യത്തിൽ പറയുന്നത്. അതായത് പുനരുദ്ധാനം എന്ന് പറയുന്ന വിഷയം പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് വ്യക്തമായ അതിന്റെ ചിത്രം ലഭിച്ചിട്ടില്ല. എന്നാൽ അറിവുണ്ട്. കാരണം അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിനോട് ബന്ധത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുന്നവനെ പോലെ എന്ത് ചെയ്തു? തിരികെ പ്രാപിച്ചു.
അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരു ചിന്ത ആർക്കുണ്ട്? അബ്രഹാമിനുണ്ട്. അടുത്തത് യോബിന്റെ ചരിത്രത്തിൽ യോബ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നശിച്ചതിന് ശേഷം, എന്റെ ശരീരം ഇങ്ങനെ പോയതിനു ശേഷം ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യും? ദേഹം സഹിതനായി ഞാൻ ദൈവത്തെ കാണും. അപ്പോൾ ഉയർപ്പിനെ കുറിച്ചുള്ളതായ പ്രത്യാശ ആർക്കുണ്ട്? യോബിനുണ്ട്. യെശയ്യാവിന്റെയും അതുപോലെ തന്നെ ഇരമ്യാവിന്റെയും പ്രവചനത്തിൽ വരുവാനുള്ള പുനരുദ്ധാനത്തെ കുറിച്ചുള്ള സൂചനയുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലയിലുള്ള ആശയമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ പുനരുത്ഥാനം എന്ന് പറയുന്ന ദ ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്നത് ഏത് അധ്യായം അറിയോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ്. പുനരുത്ഥാനത്തെ കുറിച്ച് ഇത്രയും മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു അധ്യായം പുതിയ നിയമത്തിലെ ഹോൾ ബൈബിളിൽ മരണവും പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയം എന്താണ്, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, അതിനാണ് അതിനെ വിശേഷിപ്പിക്കുന്ന ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ എന്നാണ് വിളിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അതിനകത്ത് അതൊരു കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചാണ് അതിന്റെ ക്രമവും അതിന്റെ കുറച്ചുകൂടി വിശദീയമായി പറയുന്ന ഭാഗം ഈ 1 കൊരിന്ത്യർ 15-ആണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിലാണ് പുനരുത്ഥാനം എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ളത്. കാരണം കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എന്താണ്? ഞാൻ പുനരുത്ഥാനം ജീവനുമാവും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് തന്നെ യേശുക്രിസ്തു എന്ത് ചെയ്തു? മരിച്ചവരെ ഉയർപ്പിച്ചു. പഴയ നിയമത്തിന് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏലിയാവിന്റെ മറ്റൊക്കെ ചരിത്രം, ഏലിയാവിന്റെ ഏലീശയുടെ ഒക്കെ ചരിത്രത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതായ സംഭവങ്ങളുണ്ട്. എന്നാൽ വ്യക്തമായി പുനരുദ്ധാനത്തെ കുറിച്ച് ഒരു ധാരണ അല്ലെങ്കിൽ അതിന്റെ പഠനം, അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിലാണ് എന്നാ ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായും. എന്നാൽ ഈ കൊരിന്ത്യ ലേഖനത്തിൽ അത് എഴുതേണ്ട സാഹചര്യം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ അന്നത്തെ സഭയിൽ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ പറയുന്നതൊക്കെ നടക്കൂ, മരിച്ചവർ ഉയർക്കും, അതെങ്ങനെ സാധിക്കാനാണ്, ഇതെങ്ങനെ നടക്കുന്ന കാര്യമാണ്? ഒരാൾ മരിച്ചു, ആളിനെ കൊണ്ട് കുഴിച്ചിട്ടു, അത് കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെ ഉയർക്കും? ഏത് ശരീരത്തോടെ അദ്ദേഹം വരാൻ പോകണം? എന്നാ ശരീരം അദ്ദേഹത്തിന് കിട്ടുന്നു? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ആളുകൾ ചോദിക്കുന്നു. പുറത്തുള്ള ആൾക്കാരുടെ ചോദ്യമല്ല, സഭയ്ക്കകത്ത് മരിച്ചവർ ഉയർക്കുമോ എന്നുള്ളതിനെ കുറിച്ച് സഭയ്ക്കകത്ത് തന്നെ ക്വസ്റ്റ്യനാണ്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ആ ലേഖനം, ആ അധ്യായം തന്നെ എഴുതുന്നു. ഇങ്ങനെയാണ്, ഇവണ്ണം നടക്കും, ഇന്ന പോലെയാണ് അടക്കുന്നത്, ഇന്നതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്നെല്ലാം പറഞ്ഞു വളരെ മനോഹരം. നമുക്ക് ഇതെല്ലാം അടുത്ത വെളിപ്പാടിലേക്ക് ഞാൻ അതും മാറ്റി വയ്ക്കുകയാണ്. കാര്യം വിശദമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. എന്നാൽ പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു പോകേണ്ടത് എനിക്കുള്ളൂ. ഇത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കളുടെ പുനരുത്ഥാനത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നു. കാരണം അതെപ്പോ നടന്നു? ഈ മഹോപദ്രവം തുടങ്ങുന്നതിന് മുമ്പ് നടന്നു കഴിഞ്ഞു. ദൈവസഭ പോയി കഴിഞ്ഞു. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ദൈവസഭയുടെ ഉൽപ്രാപണം എന്ന് പറയുന്നത് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതായ വൃതന്മാർ, വിശുദ്ധന്മാർ, അവർ രൂപാന്തരപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചതായ വൃതന്മാർ അവരെന്ത് ചെയ്തു? അവർ ഉയർത്തെഴുന്നേറ്റ് അവർ സ്വർഗത്തിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ദൈവസഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉയർപ്പിന്റെ കാര്യമല്ല ഇവിടെ ആര് പറയുന്നത്? ഇവിടെ ദാനിയേൽ പറയുന്നു. ഇനി അടുത്തത് ഈ വാക്യം നിങ്ങൾ വായിച്ചാൽ, 2-ാം വാക്യം വായിച്ചാൽ ഒറ്റ ഇതിൽ നമുക്ക് തോന്നുന്നത് ഒന്നിച്ചെല്ലാവരുടെ ഉയർക്കുക. ഒന്നിച്ചെല്ലാവരുടെ ഉയർക്കുന്നു. അതിൽ ചിലര് നിത്യനിന്ദയ്ക്കായിട്ട് എഴുന്നേറ്റ് വരുന്നു, ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ടും എഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നാൽ ഒന്നിച്ച് നടക്കുന്നു എന്ന് തോന്നും. പക്ഷെ അങ്ങനല്ല. ഇതും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ തെളിയിച്ചു തരാം. നിരവധി വാക്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിലുണ്ട്. അതായത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ഈ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരുന്നത് 1000 കൊല്ലം കഴിഞ്ഞ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിലാണ് മരിച്ചവർ ആവാലവൃദ്ധം എഴുന്നേക്കുന്ന ഒരു ഉയർപ്പുണ്ട്. അവിടെയാണ് ന്യായവിസ്താരവും കാര്യങ്ങളും നടക്കുക. അതിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇവിടെ ഉയർക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് 2-ാം വാക്യത്തിൽ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കുള്ളതോടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യുക? ഉയരുകയും ഉയർത്തെഴുന്നേൽക്കുകയാണ്.
ഇവരാരാണ് എന്നുള്ളതാണ്. ഈ പറയപ്പെടുന്നതായ ഈ ആളുകൾ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ പോരാട്ടത്തിലൂടെ മരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കർത്താവിന് വേണ്ടി നിന്ന് അന്തിക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് കൊല്ലപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരും പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ ഭക്തന്മാരുടെയും ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടേതല്ല, ദൈവസഭയുടേതല്ല. ഞാനത് വീണ്ടും ക്ലിയർ ചെയ്തിട്ട്, ദൈവസഭ ഈ സമയത്ത് എന്ത് ചെയ്യപ്പെട്ടു കഴിഞ്ഞു? മാറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നടക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് പഴയ നിയമ ഭക്തന്മാരും അതുപോലെ തന്നെ മഹോപദ്രവ കാലഘട്ടത്തിലെ ഭക്തന്മാർ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതായ വിശുദ്ധന്മാർ, രക്തസാക്ഷി, അവരുടെയും ഉയർപ്പാണ് ഇവിടെ നടക്കുന്നത്. ദൈവസഭയുടെ കൂടെ അത് ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതായത് ദൈവസഭയുടെ, അതായത് ക്രിസ്തുവിൽ മരിച്ചതായ വൃതന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടെ പഴയ നിയമത്തിലെ ഭക്തന്മാരും ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളതായ ക്വസ്റ്റ്യനാണ്. ഇതിന് രണ്ട് ചിന്തകളുമുണ്ട്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നതിൽ അവർ പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പ് ആ സമയത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രബലമായ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ആ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തു കാഹളം ധ്വനിക്കുന്ന ആ സമയത്തും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമയം വരെ പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും ഒന്നിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഇത് ഞാനിപ്പോ ഇവിടെ വെച്ച് നമുക്ക് ഇത് ഒന്നും എത്തുകയില്ല. ഞാൻ നിങ്ങൾക്ക് കർത്താവ് സമയം തന്നാൽ ഞാൻ പഠിപ്പിക്കും. കാരണം അതിനകത്ത് വിഷയങ്ങൾ പലത് വരുന്നുണ്ട്. പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ദൈവസഭയുടെ ഭാഗങ്ങളും ഒന്നിച്ചെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പല കുഴപ്പങ്ങളുണ്ട്. കാരണം സഭ എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അപ്പോൾ പഴയ നിയമ ഭക്തന്മാരെ മണവാട്ടി സഭയുടെ ഭാഗമായിട്ട് ദൈവസഭയുടെ മണവാട്ടി എന്നുള്ളതായ ആ പദവിയിൽ കണ്ടിട്ടില്ല. അത് ആ നില കൊടുത്തിട്ടില്ല, മണവാട്ടി എന്നുള്ളതായ പദവി. അപ്പോൾ ആ മണവാട്ടി എന്നുള്ളതായ പദവി കൊടുക്കാത്തത് കൊണ്ട് ഉയർപ്പ് ഒന്നിച്ചായിരിക്കത്തില്ല എന്നുള്ളതാണ്. എനിവേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യത്തുമില്ല. കാരണം ഇതെല്ലാം നമ്മൾ ഈ ആശയങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളോടിപ്പം ധൃതിയിൽ പറഞ്ഞു വിട്ടു മഹോപദ്രവത്തിന്റെ കാര്യം. സഭ എന്ത് ചെയ്യുമെന്ന്? സഭ പോകുന്നു. ഞാൻ ഇങ്ങനെ സഭ പോകുമെന്ന് പറഞ്ഞാൽ, അതായത് മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് ഞാൻ ഇങ്ങനെ പറയുന്ന 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ എല്ലാവരും അംഗീകരിച്ചേർത്തില്ല. സഭ മഹോപദ്രവത്തിന്റെ പകുതിക്ക് വെച്ചെടുക്കപ്പെടുമെന്ന് പറയുന്നവരുണ്ട്. അതായത് കഠിനമാവുമല്ലോ, 3.5 വർഷം കഠിനമാകുന്നതിന് തൊട്ട് മുമ്പ് സഭ അങ്ങ് പോകും എന്ന് പറയുന്നവരുണ്ട്. അതല്ല, മഹോപദ്രവത്തിന്റെ അവസാനത്തിലെ സഭ പോകത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ആ ബദ്ധന്മാരെ പിടിച്ച് സൗഭാഗ്യത്തിലാക്കി എന്ന് പറയുന്ന ആത്മുണ്ട്. അത് പഴയ നിയമ ബദ്ധന്മാരാണെന്നുള്ളതും അവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റിയെന്നും പറയുന്ന ഒരു ചിന്തയുണ്ട്. അവരെ സൗഭാഗ്യങ്ങളിലാക്കി എന്ന് പറയുന്നതുകൊണ്ട്. പക്ഷെങ്കിൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിലുള്ള ചിന്ത ഞാൻ ഈ പറഞ്ഞത് പഴയ നിയമ ഭക്തന്മാരുള്ള ബന്ധത്തിലാണെന്ന് ചിന്തിക്കുന്നു. ഏതായാലും കൊള്ളാം, നമ്മളിതിന്റെ ഇതെല്ലാം ഈ വെളിപ്പാടിനോടും അനുപ്രയോജനത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു ബദ്ധന്മാരെ പിടിവിച്ച് സൗഭാഗ്യത്തിലേക്കാക്കി. അവൾ ഏത് സൗഭാഗ്യത്തിലാണുള്ളത് അവനത്തെ കുറിച്ച് അവരിപ്പോ എവിടെയാണ്. അപ്പോൾ എവിടാന്നുള്ളതിനോടുള്ള ബന്ധത്തിലാണ് പഴയ വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. പോകുന്ന സന്ദർഭമാണല്ലോ മറിയടുത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ പറയുന്നല്ലോ, കർത്താവ് പറയുന്നു നീ എന്നെ ഇപ്പം തുറന്നത്. പക്ഷെ കർത്താവ് വൈകുന്നേരത്തെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അത് പുനരുദ്ധാന ശരീരത്തിലല്ലേ? പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് പുനരുദ്ധാന ശരീരത്തോട് ഫ്രഷ് ആയിട്ട് തന്നെയാണ് മറിയ കാണുന്നത്. പുനരുദ്ധാനം നടന്ന ഉറങ്ങി പിതാവിന്റെ സന്നിധി പോയിട്ടില്ല എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ബദ്ധന്മാരെ ആ കൂടെ കൊണ്ടുപോയി എവിടെ കൊണ്ടാക്കി? സ്വർഗത്തിൽ കൊണ്ട് വിശ്രാമ സ്ഥലത്താക്കി. ഈ വിശ്രാമ സ്ഥലം എവിടെ വന്നുള്ളതാണ് അടുത്തത്. അത് സ്വർഗമാണോ? അത് പ്രത്യേക സ്ഥലമാണോ? ഇത് നമ്മൾ പറയുമ്പോൾ കേട്ടോ, ഇതെല്ലാം നല്ല വാലിഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊന്നും ക്ലിയറായ ഇതൊക്കെ പോയി കണ്ടച്ചാരം വന്നു. നമുക്കിത് വാക്യങ്ങൾ വെച്ച് പറയാനൊക്കത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് അബ്രഹാം ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് മേലോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിനെ ആര് കണ്ടു? അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്ന ആര് കണ്ടു? ധനവാൻ കണ്ടു. ഈ പാതാളത്തിലും 2-3 തട്ടുണ്ടാണ് പറയുന്നത്. ഈ അബ്രഹാം
സ്വർഗത്തിലല്ല, ഉയർന്ന തലത്തിലാണ് അത് കഴിക്കുന്നത്. ഞാൻ വെച്ചാൽ ഇതൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. ഇതെല്ലാം അടുത്തത് സ്വർഗവും ഒരു തട്ടല്ല നോക്കാം. സ്വർഗം അന്നേരം തിരിച്ചു വരും. സ്വർഗവും ഒരു തട്ടല്ല. സ്വർഗം ഒരു തട്ടല്ല. കാരണം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും ഒതുങ്ങുന്നില്ലെന്നാണ്. 7-ാം സ്വർഗത്തോളം എന്ന് പറയുന്നു. 7-ാം സ്വർഗത്തോളം. അപ്പോൾ സ്വർഗം കുറഞ്ഞത് എത്രയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം നമ്മളിങ്ങനെ ഒന്നും തുടങ്ങി ഒരു മാസം ഇത് പെട്ടെന്നൊന്നും പോകുന്ന വിഷയമല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, ഞാൻ ഈ സ്റ്റഡി കൊണ്ട് പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്ന വെളിപ്പാടാണ്. അതിനൊരു മുഖവുര ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ പോകും. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ മറക്കത്തില്ല. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയല്ല ഇനിയുണ്ട്. ഇപ്പോഴേ നിങ്ങളെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും ഇത് പറയുമ്പോൾ ഇതൊന്നും ആധികാരികമായ മറുപടിയായിട്ടൊന്നുമല്ല എന്റെ മറുപടി ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വ്യത്യസ്തമായ നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. കാരണം ഇത് പ്രവചന വിഷയങ്ങളാണ്. പ്രവചന വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇന്നതാണ് ശരിയെന്നും പറഞ്ഞ് സ്ഥാപിക്കത്തക്കവണ്ണമൊന്നും ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ വാക്യങ്ങളുടെ തെളിവ്, വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഇന്നത് ഇങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റുന്നു. ഏതായാലും ആ വാക്യത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് വരാം. ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. ഇത് ഞാൻ പറഞ്ഞല്ലോ, 1000 വർഷത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പുനരുദ്ധാനമാണ്. മരിച്ചവർ ആവാരവർ എന്ന് പറയുന്നതിൽ എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിത്യനിന്ദയ്ക്കായിട്ട് തന്നെ ഇവരിങ്ങനെ വരികയാണ്. അവരോടുള്ള ബന്ധത്തിൽ ന്യായവിധിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് സിംഹാസനങ്ങൾ നിങ്ങളെ ചാർട്ട് നോക്കിയാൽ കാണാം. ന്യായാസനങ്ങൾ കാര്യങ്ങളെല്ലാം ആ ചാർട്ടിലുണ്ട്. ഇനി അടുത്ത ഒരു വാക്യങ്ങൾ വായിക്കാൻ അവസാനിപ്പിക്കാം. അവിടെ എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രകാശിക്കുന്ന അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ബുദ്ധിമാന്മാർ എന്നുള്ളതായ നിലയിൽ അല്ലെങ്കിൽ ഉൾക്കാഴ്ച ലഭിച്ചതായ ആളുകൾ എന്നുള്ളതായ നിലയിലാണ് അവരെ കുറിച്ച് പറയുന്നത്. ദൈവിക ദർശനം ലഭിച്ചതായ ആളുകൾ, ദൈവത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ലഭിച്ചതായ ആളുകൾ, അവരുടെ ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആകാശത്തിൻ്റെതായ പ്രഭ പോലെ ശോഭിക്കുമ്പോൾ വേറൊരു കൂട്ടം ആളുകൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുകയാണ്. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവർ പലരെയും എന്ത് ചെയ്തവരാണ്? നീതിയിലേക്ക് തിരിച്ചവർ, രക്ഷയിലേക്ക് നടത്തിയവർ, ദൈവറിവിലേക്ക് നടത്തിയതായ ആളുകൾ. അവര് ആ നിലയിൽ ശോഭിക്കും. ചുരുക്കത്തിൽ സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കണം. പദവി എല്ലാവരും സ്വർഗത്തിലാണ്. പക്ഷെ എല്ലാവരും സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പദവികളിലും അതുപോലെ തന്നെ പ്രതിഫലങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളത് കിരീടങ്ങൾ പലതാണ്. അപ്പോൾ ഈ സ്വർഗത്തിൽ എത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. സ്വർഗത്തിൽ ചെന്നാൽ പ്രതിഫലങ്ങൾ വാങ്ങാൻ എന്തെങ്കിലും പ്രതിഫലങ്ങൾ ലഭിക്കണം എന്നുള്ളത് അതിനോട് ചേർന്ന അടുത്ത വിഷയമാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി ഏതെങ്കിലും നിലയിൽ കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയും ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നവർക്കൊക്കെ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് നിസ്സാരമായ ഒരു വിഷയം കർത്താവ് പറഞ്ഞത്, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. അപ്പൊ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. നമ്മുടെ കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ കാൽനടയായി നമ്മുടെ ആദിമകാല പിതാക്കന്മാർ, സുവിശേഷകന്മാർ കാൽനടയായി നടന്നു പോകുന്ന സമയങ്ങളിൽ, അവർ ദാഹിച്ച് വലഞ്ഞ ആയ സമയങ്ങളിൽ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുത്ത് പഞ്ചസാര ഇടാനില്ലാഞ്ഞ ആളുകൾ ചിലപ്പോൾ ഉപ്പ് അല്പം ഇട്ട് കുടിക്കാൻ അവരുടെ ദാഹം ശമിപ്പിച്ച് വിട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം കേരളത്തിലുണ്ട്. കാര്യം ആകെ ചെയ്ത് എത്രയേ ഉള്ളൂ, വഴിയെ പോയ ഒരു ഉപദേശിക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതേ ചെയ്തുള്ളൂ. അപ്പൊ അതുപോലും ആദരിക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ്. വെറുതെ അല്ല വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നാം ദൈവസന്നിധി ചെയ്യുന്ന കാര്യങ്ങൾ, നാം ഇപ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒറീസയിലായാലും നമ്മുടെ ലോക്കലിലായാലും ദൈവസഭയോടുള്ള ബന്ധത്തിലായാലും ഒക്കെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കർത്താവിന് വേണ്ടിയാണ്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പുൾപിറ്റേൽ മാത്രമല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക വേണം. പുൾപിറ്റേൽ മാത്രം. എനിക്കറിയാം, ഈ സഭയിൽ തന്നെ പല സഹോദരന്മാർ, എനിക്കറിയാം, സഹോദരന്മാരുടെ വിഷയം എനിക്കറിയാം, സഹോദരന്മാർ എനിക്കറിയാം, ആരും അറിയാതെ വന്ന് ഒരു മനുഷ്യനും ഇവിടെ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ വന്ന്
ഇവിടെ പല കാര്യങ്ങളും ഈ സഭയോട് ബന്ധം ചെയ്തിച്ചു പോകുന്നത് എനിക്കറിയും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിർത്തിയിട്ടില്ല വണ്ടി. കാര്യം അവരത് ആരും കാണുമെന്ന് വിചാരിക്കും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. കാരണം ഇതിനൊക്കെ ദൈവം പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെയാണ് ദൈവം പ്രതിഫലങ്ങൾ നൽകി ആദരിക്കും. അപ്പോൾ നാം ഓർക്കണം, ദൈവസഭ ക്ലീനാക്കിയിടുന്നതും അല്ലെങ്കിൽ ദൈവസഭ നാം ഇത് ആരാധിക്കുന്ന സ്ഥലമാണ്. ഈ ആരാധനാലയം ക്ലീനാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ സഭയോടുള്ള ദൈവീക പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രതിഫലേച്ഛ കൂടാതെ നാം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. പിന്നെ ചില കാര്യങ്ങൾക്ക് പ്രതിഫലം ഇല്ല എന്ന് പറയാൻ കാരണം അതിവിടെ തന്നെ കിട്ടിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ തന്നെ കിട്ടിപ്പോയി. അതുകൊണ്ടാണ് ഈ ഗുഡ് ന്യൂസിലും മാധ്യമങ്ങളിലും ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് പേരുടെ പ്രതിഫലം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. കുട കൊടുക്കുന്നു, വടി കൊടുക്കുന്നു, നോട്ട് ബുക്ക് കൊടുക്കുന്നു, സ്കൂൾ ബാഗ് കൊടുക്കുന്നു, ഫോട്ടോ കൊടുക്കുന്നു, വീടിന്റെ താക്കോൽ കൊടുക്കുന്നു. ഇത് കണ്ട് 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 നമ്മൾ മടുത്തു. അപ്പോൾ ഇത് ലോകം മുഴുവൻ അറിഞ്ഞു ഇയാൾ എന്നത് ചെയ്യും. അപ്പോൾ ഇതിന് രണ്ട് വശമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനം കിട്ടാൻ അതിനുവേണ്ടി, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവർ പ്രോത്സാഹനം ഉദ്ദേശശുദ്ധിയാണ് ദൈവം നോക്കും. നമ്മുടെ മഹത്വവും നമ്മുടെ പ്രതാപവും കാണിക്കാനാണെങ്കിൽ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നാം അതുകൊണ്ടാണ് പല കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാതെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പബ്ലിഷ് ചെയ്യാതെ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവർ ചെയ്യുന്നത് ജീവനോ ദൈവത്തിന് വേണ്ടി അല്ല. എന്നാൽ പോലും തിരുപ്പതിയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കോടികളുടെ നോട്ടുകെട്ട് കൊണ്ട് കാണിക്ക മണ്ഡപത്തിൽ ഇട്ടേച്ച് പോകുന്ന ഭക്തന്മാരാണ്. ശബരിമല എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതായത് ഇത് ഇത്തതാരാന്നറിയത്തില്ല. അതിന് ചിലർ പറയുന്നത് ഇത് ശരിയായ കറൻസി അല്ല എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലുള്ളത് ഒന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. ഭക്തന്മാർ, അതായത് ധനാഢ്യന്മാർ ആര് ചെയ്തു ആര് കൊടുത്തു എന്നറിയാതെ രഹസ്യത്തിൽ കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ രഹസ്യത്തിൽ വഴിപാട് ഇതുപോലെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇത് നമ്മുടെ ജാതീയ സമൂഹത്തിലെ കാര്യം പറയും. നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ കോൺഫറൻസുകളിലും കാര്യങ്ങളിലും ഒക്കെ ചില ആളുകൾ ഇടുന്നതായ ഓഫറിങ് നമ്മൾ നോക്കിയാൽ കാണാം. കറൻസികൾ, അതായത് 100ന്റെ കറൻസികൾ പലത് ജസ്റ്റ് ഒരു കവറിലിട്ട് പേരുമില്ല ഒന്നുമില്ലാതെ ഓഫറിംഗ് പ്ലേറ്റ് ഇടുന്ന ആളുകൾ എനിക്ക് അറിയാവുന്നവർ. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തന്നെ റോച്ചസ്റ്റർ ഒരു കോൺഫറൻസ്, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. റോച്ചസ്റ്റർ ഒരു കോൺഫറൻസ് നടന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പ്ലഡ്ജ് ചെയ്തു. ഈ $1000 ഇത് തരാമെന്ന്, കോൺഫറൻസ് 1000 തരാമെന്ന് പ്ലഡ്ജ് ചെയ്തു. ഈ പ്ലഡ്ജ് ചെയ്തതോടെ എല്ലാം പേര് പാഠോത്സവത്തിലും എല്ലാവരും തന്നൊന്നുമില്ല. പേരിട്ടു കോൺഫറൻസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പലരും അതെ ഞാൻ അന്നേരം അങ്ങനെ ഉദ്ദേശങ്ങൾ പിന്നെ നടന്നില്ല എന്നെല്ലാം പറഞ്ഞ് ചിലരൊക്കെ വിധിക്കും. അപ്പം നമ്മുടെ ആളുകൾ കണക്കൂട്ടാൻ വളരെ മിടുക്കന്മാരാണ്. ആദ്യത്തെ രാത്രി യോഗം നടത്തുമ്പോൾ തന്നെ ആൾക്കാർ കണക്ക് കൂട്ടി ഇത്ര പേരുണ്ടോ 1000 വെച്ച്. അപ്പോൾ ഇത്ര $1000 ഇവർക്ക് കിട്ടി. അപ്പോൾ കോൺഫറൻസ് കടത്തിലല്ല. നമ്മൾ കാര്യങ്ങൾ എങ്ങനെ നടത്തുന്നതിനെ കുറിച്ച് വിഷമിക്കും. ഞാൻ അന്ന് രാത്രിയിൽ ആ സ്റ്റേജിൽ, യോഗം കഴിഞ്ഞ അന്നത്തെ രാത്രിയിൽ ഞാൻ ആ സ്റ്റേജിൽ അനൗൺസ്, വെള്ളിയാഴ്ച രാത്രി അനൗൺസ് ചെയ്ത് ശനിയാഴ്ച രാവിലെ ഞാൻ ഇതാണ് സംഭവം, ഈ പേര് പറയപ്പെടുന്ന എല്ലാവരുടെയും പണം കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ സഹായിക്കും. ദീർഘമായ ഒരു കാര്യം പറഞ്ഞില്ല. ആ കോൺഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തോട് ഞാൻ വെറുതെ അവരൊക്കെ എല്ലാവരും കഴിക്കാൻ നമ്മളെല്ലാവരും അന്വേഷിക്കാൻ ചെന്നായ സമയത്ത് ഒരു സഹോദരനെ വിളിച്ചു. അദ്ദേഹത്തെ നിങ്ങൾ പലരും അറിയും, പേര് പറയേണ്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാം. അദ്ദേഹത്തെ ബന്ധപ്പെട്ടവർ ഇവിടെ ഉണ്ട്. എന്നെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇന്നലെ വൈകിട്ട് പറഞ്ഞത് ഞാൻ കേട്ടിട്ട് എനിക്ക് വലിയ വിഷമം തോന്നുന്നു. നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞിട്ട് ഇത് കയ്യിലിരിക്കട്ടെ $1000. ഇദ്ദേഹത്തിന് പേരറിഞ്ഞില്ല, പേര് നോട്ടീസ് വന്നില്ല, വാട്ട്സപ്പ് വന്നില്ല, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. ആ സംഭവം ഞാൻ രാത്രി പറഞ്ഞു, അന്ന് രാത്രി. കാരണം ദൈവനാമോഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. കാര്യം പേര് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് അല്പം അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ വേറെ ആളെ കഞ്ഞോളൂ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന് താല്പര്യം, പേര് വെളിപ്പെടുത്താതെ തന്നെ പല ആളുകൾ ആ സമയങ്ങളിൽ എൻ്റെ കയ്യിൽ പണം തന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ പേരോ പെരുമയോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഭൗമികമായ നന്മയിലും ദൈവവിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന് വേണ്ടി എന്നുള്ള നിലയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനല്ല എന്തുണ്ട് പ്രതിഫലം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിത്യതയിൽ ദൈവം പ്രതിഫലം നൽകി ആദരിക്കും എന്നുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടല്ലോ. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒന്നും വൃഥാവായി പോകുകയില്ല എന്ന് നാം ഓർക്കണം. ഈ രാത്രികാലം നമ്മളുടെ പ്രത്യാശയെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും ഓർപ്പിച്ചുണർത്തുവാൻ വേണ്ടി ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ
പ്രത്യാശയോടെ നോക്കി പാർക്കാൻ ഏതു സമയവും കാഹളം ധ്വനിക്കും എന്നുള്ള നിലയിൽ അന്ത്യകാല സംഭവങ്ങൾ ഇതിനോടുള്ള ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പാസ്റ്ററും നമ്മുടെ സൺഡേയിലെ ക്ലാസ്സിൽ അന്ത്യകാല സംഭവങ്ങളുടെ ബന്ധത്തിൽ വന്നു. ഇതെല്ലാം വാസ്തവത്തിൽ കാലങ്ങൾ ഒന്നിച്ചു വരികയാണ്. എല്ലാ ക്ലാസ്സുകളും ഒരുപോലെ വരുന്നു, എല്ലാ ചിന്തകളും ഒരുപോലെ വരുന്നു, മെസ്സേജുകളെല്ലാം ഒരുപോലെ വരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കാര്യങ്ങൾ അതിന്റെ സമാപ്തിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ദൈവമായ കർത്താവിനെ സഹായിക്കുമാറാണ്.